Next, interpersonal relationship stress. Another major source of stress in an organization is poor interpersonal relationship with the supervisors, subordinates, co-workers, or clients. When interpersonal relationship at work are unpleasant, employees develop a generalized anxiety, a diffuse feeling of dread about upcoming meetings and interactions. Three aspects of interpersonal relationship at work which have a negative impact on job stress are as follows. Amount of contact with others. Job vary in terms of how much interpersonal contact is built into them. Too much prolonged contact with other people can cause stress. Amount of contact with the people in other departments. Having contact with the people outside one's own department creates a special sort of stress. People in other departments do not always have an adequate understanding of jobs outside their own area, which can cause stress. Organizational climate. The overall psychological climate of the organization can create stress. When day-to-day life in an organization is marked by unfriendly, distant, or hostile changes, employees are continuously tense and these cause stress. ഓർഗനൈസേഷൻ സ്ട്രെസ്സാണ് അടുത്ത സ്ട്രെസ്സിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. പുവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിന് കാരണമാവുന്നത്. സൂപ്പർവൈസേഴ്സിനോടും സബോർഡിനേറ്റ്സിനോടും കോവർക്കേഴ്സിനോടോ അല്ലെങ്കിൽ ക്ലയൻസിനോടോ ഒക്കെയുള്ള റിലേഷൻഷിപ്പ് പുവർ ആവുന്ന സമയത്തുണ്ടാവുന്ന സ്ട്രെസ്സ്, അതല്ല അൺപ്ലസൻ്റ് ആവുക. ഇത് പുവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അൺപ്ലസൻ്റ് ആവുന്ന സമയത്ത് എംപ്ലോയീസിൽ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. ഈ സ്ട്രെസ്സ് ചിലപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എമൗണ്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് അതേഴ്സ് ആവാം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പീപ്പിൾ ഇൻ ദ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ആവാം. എമൗണ്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവുന്ന സമയത്ത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് ചിലപ്പോൾ സ്പെഷ്യൽ ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവരുമായിട്ട് ഇൻ്ററാക്ഷൻ ഉണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന സ്ട്രെസ്സ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ട്രെസ്സിന് കാരണമാവും. ഇനി അതല്ലെങ്കിൽ ടൂ മച്ച് കോണ്ടാക്റ്റ് മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഒരു ഓർഗനൈസേഷൻ സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എൻ്റെയോ ക്ലൈമറ്റ് അൺഫ്രണ്ട്ലി ആണെങ്കിൽ ആ ക്ലൈമറ്റും എംപ്ലോയീസിന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്ട്രെസ്സിൻ്റെ കാരണങ്ങളാണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. Following are the organizational factors that cause stress in individuals. Work environment factors such as noise, heat, poor lighting, radiation, smokes are stress-inducing agents. Suppose നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ് ഫുള്ള് നോയ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ എംപ്ലോയിക്ക് ഒരു സ്ട്രെസ് വരാം. അല്ലെങ്കിൽ ലൈറ്റിങ് അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, പുവർ ലൈറ്റിംഗ് ഫെസിലിറ്റി ഒക്കെ ആണെങ്കിൽ, സ്മോക്കിംഗ് ഈ സ്മോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എംപ്ലോയിക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ് സച്ച് ആസ് ടൈം, ബഡ്ജറ്റ്, raw material, space or manpower also induce stress in work environment. And when one has to produce and perform with inadequate resources on a long-term basis, that naturally imposes stresses and strains on individuals who are responsible for getting the job done. ഒരു ഓർഗനൈസേഷൻ കുറച്ച് സമയം മാത്രം ഒരു വർക്ക് ചെയ്യാൻ കൊടുക്കുക, അതല്ലെങ്കിൽ കുറച്ച് റോ മെറ്റീരിയൽ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട് അവരോട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുക. ആവശ്യമുള്ള റോ മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. അതല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ആ വർക്ക് ചെയ്യാൻ ഉണ്ടാവാതിരിക്കാം. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഇൻ ദി ഓർഗനൈസേഷണൽ സെറ്റിംഗ് സച്ച് ആസ് സ്റ്റാഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് റിവാർഡ് സിസ്റ്റംസ് മേ കോസ് സ്ട്രെസ്. ഒരു ഓർഗനൈസേഷനിൽ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്, സ്ട്രിക്റ്റ് റൂൾസും ഒക്കെ ആവുന്ന സമയത്ത് അത് സ്ട്രെസ്സിന് കോസ് ആവുന്നുണ്ട്.
Next, lack of career promotion in organization may be sometimes cause stress. Career development opportunities ഒന്നും ഒരു ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് എംപ്ലോയിക്ക് സ്ട്രെസ് ഉണ്ടാക്കും. Environmental factors of stress include sudden unanticipated changes in marketplace, technology, financial market, and also and so on. Then environmental factorsum എംപ്ലോയിക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. അതായത് പെട്ടെന്ന് മാർക്കറ്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ടെക്നോളജി ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് എംപ്ലോയീസിനിടയിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സ്ട്രെസ്സിന് കാരണമാകുന്ന പേഴ്സണൽ ഫാക്ടേഴ്സ്. എംപ്ലോയീസ് പേഴ്സണൽ ലൈഫ്സ് ഹാവ് എ മാർക്കഡ് ഇഫക്റ്റ് ഓൺ ദെയർ ലൈഫ് അറ്റ് വർക്ക്. If things are going well personally, they are more likely to be upbeat and optimistic. They have more energy and patience for dealing with the problems at work. On the other hand, if employees are having some personal problems, they might be more tense or distracted with they go to work. Factors that influence how much stress people bring from their personal lives to the work settings are as follows. അതായത് എംപ്ലോയിൻ്റെ പേഴ്സണൽ ലൈഫും അയാൾക്ക് ഓർഗനൈസേഷണൽ സ്ട്രെസ്സിന് കാരണമാവുന്നുണ്ട്. പേഴ്സണൽ ലൈഫ് ഹാപ്പി ആയിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ലാതെ പോകാവുന്ന സമയത്ത് അയാൾ ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നന്നായി വർക്ക് ചെയ്യും. മറ്റുള്ളവരോടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്തോ ഒക്കെ അയാൾ നന്നായി അതിനൊക്കെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യും. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക്കുമായിരിക്കും. ഇനി എംപ്ലോയിൻ്റെ പേഴ്സണൽ ലൈഫ് ഫുള്ള് പ്രോബ്ലംസ് ആവുന്ന സമയത്ത് അത് അയാളുടെ വർക്കിനെയും അഫക്റ്റ് ചെയ്യും. വർക്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് വരികയാണെങ്കിൽ അതുകൂടി ആവുന്ന സമയത്ത് അയാൾക്കത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെയാണ് ഈ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. കരിയർ കൺസേൺസ്. വൺ മേജർ കരിയർ കൺസേൺ ദാറ്റ് കോസ് സ്ട്രെസ് ഈസ് ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി. എ സെക്കൻഡ് കൺസേൺ ദാറ്റ് ക്യാൻ കോസ് എംപ്ലോയി സ്ട്രെസ് ഈസ് incongruity, that is having jobs with less status, power and prestige than they think they deserve. അതായത് ഒരു ജോബ് സെക്യൂരിറ്റി കുറവാകുന്ന സമയത്ത് അവിടെ എംപ്ലോയിക്ക് ജോബ് സ്ട്രെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡായിട്ടുള്ള കാരിയർ കൺസേൺ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി അയാൾക്ക് നല്ല കഴിവും അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷനും ഉള്ള എംപ്ലോയി അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റസിലല്ല വർക്ക് ചെയ്യുന്നത്. ആ പ്രസ്റ്റീജും പവറും ഒന്നും അയാൾ ഇപ്പം വർക്ക് ചെയ്യുന്ന പൊസിഷനിലില്ല എങ്കിലും അയാൾ അവിടെ ഡിസാറ്റിസ്ഫൈഡ് ആവാം. Next, per geographical mobility. Geographical moves create stress because they disrupt the routine of daily life. When geographical moves are undertaken as a part of job transfer, the move can be even more stressful. The transferred employees are likely to feel out of control at work too and experience their new work environment is as unpredictable. അതായത് ചില സമയത്ത് എംപ്ലോയീസിന് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് ഈ പുതിയ സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ എംപ്ലോയീസിൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യാനും അത് അവർക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇഫക്ട്സ് ഓർ കോൺസിക്വൻസസ് ഓഫ് ജോബ് സ്ട്രെസ്. ജോബ് സ്ട്രെസ്സിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെഗറ്റീവ് സ്ട്രെസ് ഹാസ് അൺപ്ലസൻറ്റ് കോൺസിക്വൻസസ് ഫോർ ദം their families and for the organizations they serve. ഒരു നെഗറ്റീവ് സ്ട്രെസ് ആണെന്ന സമയത്ത് ആ നെഗറ്റീവ് സ്ട്രെസ് ആ ഇൻഡിവിജ്വലിനും അവരുടെ ഫാമിലിക്കും അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് ഈ നെഗറ്റീവ് സ്ട്രെസ് ഇൻഡിവിജ്വലിനെ ഇഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ. The subjective or interpersonal effects of stress or feelings of anxiety, boredom, empathy, nervousness, depression, fatigue and anger. Sometimes experiencing this stress may cause aggressive behavior on part of the individual. ഫസ്റ്റ് പറയുന്നത് ചിലപ്പം എംപ്ലോയിക്ക് ആങ്സൈറ്റി ഉണ്ടാവാം, ബോറടിക്കാം, നെർവസ്, ഡിപ്രഷൻ, ഫാറ്റിക്, ക്ഷീണം, ദേഷ്യം, ഇങ്ങനെയുള്ള എല്ലാ ഫീലിങ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. Cognitive effects include poor concentration, short attention span, mental blocks and inability to make decision. അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുക, അറ്റൻഷൻ ഇല്ലാതെയാവുക, ഡിസിഷൻ എടുക്കുന്നതിനൊക്കെ കഴിവില്ലാത്ത അവസ്ഥ വരിക.
പിന്നെ ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ക്യാൻ ബി സീൻ ഇൻക്രീസ്ഡ് ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡ്രൈനെസ് ഓഫ് ത്രോട്ട് ആൻഡ് എക്സസീവ് സ്വെറ്റിംഗ്. ഇനി ഇൻഡിവിജ്വലിന് ഫിസിയോളജിക്കലായിട്ട് അയാൾക്ക് ചിലപ്പം പൾസ് റേറ്റ് കൂടാം, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനും അധികമായിട്ട് വേർക്കാനും ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ബിഹേവിയറൽ ഇഫക്ട്സ് ആർ manifest in such things as an accidental proneness, drinking, excessive eating, smoking, impulsive behavior, depression and withdrawal of behavior. ഇനി സ്മോക്ക് ചെയ്യുക, ഇമ്പൾസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ അത് അയാളെ ലീഡ് ചെയ്യാം. ദി manifest health effects could be stomach disorders, asthma and other psychosomatic disorders. In addition, mental health, that is ability to function effectively in one's daily life, will also decline and excessive stress is experienced. ഇനി അതായത് അയാൾക്ക് ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അധികമായിട്ടൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഹെൽത്തി ലൈഫിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിന് ചിലപ്പോൾ അയാളുടെ ഇൻ്റർപേഴ്സണൽ എബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻസൊക്കെ കുറയും, അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ട് അയാൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകാം, ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബിഹേവിയറിനെയൊക്കെ തന്നെ ഒരു ജോബ് സ്ട്രെസ് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫാമിലീനെ ആവുന്ന സമയത്ത് നെഗറ്റീവ് സ്ട്രെസ് വിച്ച് ഈസ് ഹാൻഡിൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ dysfunctional ways such as drinking or withdrawal behavior will have an adverse effect on their home life. Spouse abuse, child abuse, alienation from the family members and even divorce could result from dysfunctional coping mechanisms. ഇനി ഈ വർക്കിലുള്ള സ്ട്രെസ്സ് ചിലപ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്പൗസിനെയും അതുപോലെ തന്നെ ചൈൽഡിനെയും ഒക്കെ അബ്യൂസ് ചെയ്യാനോ അതല്ലെങ്കിലും ഇനി അവരുടെ ഫാമിലി ലൈഫിൽ ഒരു ഡിസോർഡർ വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കോൺസിക്വൻസസ് ടു ഓർഗനൈസേഷൻ. ദി അഡ്വേഴ്സ് കോൺസിക്വൻസസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് ലോ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, high rate of absenteeism and poor decision making. It leads to loss of customers because of poor worker attitudes, increased alienation of the workers from the job, and even destructive and aggressive behaviors resulting in strikes and sabotage. This stress experienced by employees who take on critical roles and are responsible for safety sometimes can be detrimental to the public. For instance, the stress experienced by a train driver or railway guard or airplane pilot, navigator or air traffic controller may result in serious accidents. Needless to say that the cost of employee stress to the organization in terms of loss of profit, poor image and loss of future business enormous. അതായത് ഓർഗനൈസേഷനെയും ഈ സ്ട്രെസ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് വല്ല സ്ട്രെസ്സിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് എങ്കിൽ ആ എംപ്ലോയി അവിടെ ഓർഗനൈസേഷനിൽ നന്നായി ഒന്നും പെർഫോം ചെയ്യില്ല, അയാളുടെ പെർഫോമൻസ് ലെവൽ ലോ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പിന്നെ എംപ്ലോയിക്ക് റെഗുലറായിട്ട് ഓർഗനൈസേഷനിൽ വരാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആബ്സെൻറ്റീസം കൂടും. ഇതൊക്കെ അതുപോലെ തന്നെ വർക്കേഴ്സിനെയൊക്കെ ലോസ് മീൻസ് കസ്റ്റമേഴ്സുമായിട്ടൊന്നും നല്ല റിലേഷൻഷിപ്പ് എംപ്ലോയിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യും. സപ്പോസ് ഒരു ട്രെയിൻ ഡ്രൈവറോ അല്ലെങ്കിൽ എയർലൈൻ പൈലറ്റോ നാവിഗേറ്ററോ ഒക്കെയാണ് ഈ ജോബ് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ അവിടെ ചിലപ്പോൾ സീരിയസ് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രിട്ടിക്കൽ റോള് അത് പറയാനുള്ള കാരണം ക്രിട്ടിക്കൽ റോള് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് സ്ട്രെസ്സിലാവുന്ന സമയത്ത് അത് പബ്ലിക്കിൻ്റെ ഹെൽത്തിനെ, അതായത് അവർ പബ്ലിക്കിൻ്റെ സേഫ്റ്റിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എംപ്ലോയീസാണ് ഇവരൊക്കെ. അവരുടെ സേഫ് ലൈഫിന് വരെ, പബ്ലിക്കിൻ്റെ ലൈഫിന് വരെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷന് പ്രോഫിറ്റ് കുറയും, ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ കുറയും, അതുപോലെ തന്നെ ഫ്യൂച്ചർ ബിസിനസ്സൊക്കെ ലോസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്.
Next, methods of managing stress. Stress is a factor that everybody has contend with the daily basis, both in work and non-work spheres of life. Since the body has only a limited capacity to respond to the stress, it's important for an individual to optimally manage their stress level to operate as fully functioning human beings. There are several ways in which stress can be handled that the dysfunctional consequences of stress can be reduced. Some of them are as follows. സ്ട്രെസ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത്. റോൾ അനാലിസിസ് മെത്തേഡ്, ജോബ് റിലൊക്കേഷൻ, റിക്രിയേഷണൽ പ്രോഗ്രാം, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം, കരിയർ കൗൺസിലിംഗ്, ടൈം മാനേജ്മെൻറ്റ്, ഡെലിഗേഷൻ, മോർ ഇൻഫോർമേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് മെയിൻ്റനൻസ്, സൂപ്പർവൈസർ ട്രെയിനിങ്, ഇൻഡിവിജ്വൽ സ്ട്രെസ് റിഡക്ഷൻ വർക്ക്ഷോപ്സ്. ഇത്രയും പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇവ ഓരോന്നും നോക്കാം. റോൾ അനാലിസിസ് ടെക്നിക്, റാറ്റ്. റോൾ അനാലിസിസ് ടെക്നിക് ഹെൽപ്പ് ബോത്ത് ദി മാനേജർ ആൻഡ് എംപ്ലോയി ടു അനലൈസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദി ജോബ്. Breaking down the job into various components clarify the role of the job for entire system. This also helps to eliminate reduction of workload and thus lowering down the stress level. റോൾ അനാലിസിസ് ടെക്നിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയിക്കും അവർ എന്ത് റോളാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആക്കി കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് റോൾ അനാലിസിസ് ടെക്നിക്ക്. ഈ ടെക്നിക്കിലൂടെ എംപ്ലോയിക്ക് അതുപോലെ തന്നെ മാനേജേഴ്സിനൊക്കെ മനസ്സിലാവും അവർ എന്തൊക്കെയാണ് അവരെ കൊണ്ടുള്ള ആവശ്യം, അവർ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഒരു ജോബിൽ നിന്ന് എംപ്ലോയർ അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ജോബ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എംപ്ലോയിക്ക് മനസ്സിലാവും. ഈ ജോബിനെ എൻ്റെ ഓർഗനൈസേഷൻ ജോബിനെ ഓരോ സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക ഓരോ എലമെൻ്റായിട്ട്, എന്നിട്ട് അത് എംപ്ലോയിക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇത് എംപ്ലോയിക്ക് എന്ത് റോളാണ് ആ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യും. ഇത് വർക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നെക്സ്റ്റ് വരുന്നത് ജോബ് റീലൊക്കേഷൻ. ജോബ് റീലൊക്കേഷൻ അസിസ്റ്റൻസ് ഈസ് ഓഫേർഡ് ടു എംപ്ലോയി ഹു ആർ ട്രാൻസ്ഫേർഡ് by finding alternative employment for the spouse of the transferred employees and getting admission in schools for their children in new place. These arrangements help to reduce anxiety and stress for moving family. ജോബ് റീലൊക്കേഷൻ. ജോബ് റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റീലൊക്കേറ്റ് ചെയ്ത് പോകുന്ന എംപ്ലോയിക്ക് ഓർഗനൈസേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് അവരുടെ ചൈൽഡിനൊക്കെ ആവുന്ന സമയത്ത് സ്കൂളിൽ അഡ്മിഷൻ, ട്രാൻസ്ഫറായി പോകുന്ന സ്ഥലത്ത് അഡ്മിഷൻ, ഇനി സ്പൗസൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് എക്സിസ്റ്റിംഗ് ജോബൊക്കെ ലീവ് ചെയ്ത് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ജോബ്സൊക്കെ ഫൈൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എംപ്ലോയീൻ്റെ ആങ്സൈറ്റി അവിടെ റെഡ്യൂസ് ചെയ്യും. Next, recreational program. Providing recreational facilities, arranging group meditation program help to reduce stress levels of the employee. ഇനി റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക, മെഡിറ്റേഷൻസ്, ഇതൊക്കെ എംപ്ലോയിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാം. Another widely used strategy is employee assistance program, which offer a variety of assistance to employees. These include counseling employees who seek assistance on how to deal with alcohol and drug abuse, handling conflict at workplace, dealing with material and other family problems. ഇനി എന്തെങ്കിലും പ്രശ്നമുള്ള എംപ്ലോയീസിനൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. ഈ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പം പേഴ്സണൽ പ്രോബ്ലം ഡീൽ ചെയ്യാനുള്ള അസിസ്റ്റൻസ് ആകാം, അതല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാനുള്ള അസിസ്റ്റൻസ് ആകാം. ഇങ്ങനെ എല്ലാ രീതിയിലും എംപ്ലോയിക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, കരിയർ കൗൺസിലിംഗ്. കരിയർ കൗൺസിലിംഗ് ഹെൽപ്പ് ദി എംപ്ലോയീസ് to obtain professional advice regarding career that would help the individual to achieve personal goal. It also make the employee aware of what additional educational qualification or specialized technical training, if any,
they should occur by becoming knowledgeable about the possible avenues for advancement. The employee who consider the career to be important can reduce their stress levels by becoming more realistic about their options and can start preparing themselves for it. കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കുക, അവർക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും കരിയറിലൂടെ. അതുപോലെ ഇനി എന്തൊക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് അച്ചീവ് ചെയ്യണം അവർക്ക് കരിയറിൽ കൂടുതൽ സക്സസ് ആവാൻ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൊരു കൗൺസിലിംഗ് എംപ്ലോയിക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും ഈ കരിയർ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് അവരുടെ കരിയർ ജോബ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ്, ടൈം മാനേജ്മെൻറ്റ്. Another way of coping with stress is to manage time more effectively. People can learn to better organized so that they can do their work more efficiently. എങ്ങനെ സമയം ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എംപ്ലോയിക്ക് അവരുടെ വർക്ക്, പേഴ്സണൽ വർക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ വർക്കും ഒക്കെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഡെലിഗേഷൻ. Another way of coping with job stress is to delegate some responsibility to others. Delegation can directly decrease workload upon the manager and help to reduce stress. ഇനി വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ ആ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്കും കൂടി ആ വർക്ക് ഷെയർ ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക. ഇനി ഷെയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിൻ്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Next, more information and help. Some new employees have to spend more information on job than necessary because they are not sure what they are doing. So it is necessary that some help should be provided before doing the work. That would lead with a much efficient, effective work. It would also reduce anxiety and stress among employees. കുറേ ഇൻഫോർമേഷൻസ് എംപ്ലോയിക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ പുതിയ എംപ്ലോയീസൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കുറേ സമയമൊക്കെ അതിന് മുകളിൽ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആക്ച്വലി അവർക്ക് അറിയില്ല എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്തൊക്കെ അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത്, അതുപോലെ തന്നെ അവരെ നന്നായി ഹെൽപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. Health maintenance. Probably most frequently used organization stress management program is health maintenance. Many companies invest large sum of money in gym and sports facilities for maintaining health of the employees. എംപ്ലോയീസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. നല്ല ഹെൽത്തുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ സ്ട്രെസ്സും ഓട്ടോമാറ്റിക്കലി കുറയും. അതുകൊണ്ട് തന്നെ ജിം ഫെസിലിറ്റീസ്, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കമ്പനി ഇൻസൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാം. സൂപ്പർവൈസർ ട്രെയിനിങ്. Another type of stress management program is that organizations are experimenting with its supervisor training. The emphasis on supervisory training program is how to prevent job stress. Managers are trained to give better performance appraisal, to listen employees' problems more effectively, and to communicate job assignments and instructions more clearly. അടുത്തതെന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് ട്രെയിനിങ് ആണ്. സൂപ്പർവൈസർ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാന്നുള്ളത് സൂപ്പർവൈസേഴ്സിനും അതുപോലെ തന്നെ മാനേജേഴ്സിനും ഒക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടി ക്ഷമയോടുകൂടി കേൾക്കാനും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ നന്നായി അപ്രൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കറക്റ്റായിട്ട് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയറായി കൊടുക്കാനും ഒക്കെ പറ്റും. ഇങ്ങനെ സൂപ്പർവൈസേഴ്സിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാം. ആ ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസിൻ്റെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ സ്ട്രെസ് റിഡക്ഷൻ വർക്ക്ഷോപ്പ്. Some organizations also have sponsored individual stress reduction workshop for their employees. These programs include biofeedback, meditation to career counseling, time management, and interpersonal skills workshop. In lectures and seminars, participants are given basic understanding of the cause of stress and its consequences. Then participants are given materials to help them identify major sources of stress in their own lives and some strategies for dealing with that stress more effectively.
ഇനി ഇൻഡിവിജ്വൽ സ്ട്രെസ് റിഡക്ഷൻ വർക്ക്ഷോപ്സുകൾ അണ്ടർടേക്ക് ചെയ്യാം. ഈ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ്, ഈ ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ള ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാം. ഈ വർക്ക്ഷോപ്സിൽ ലെക്ചേഴ്സ് അല്ലെങ്കിൽ സെമിനാർസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിന് ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്ട്രെസ്സിൻ്റെ സോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് ഈ സ്ട്രെസ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയും.